എല്ലാവർക്കും നമസ്കാരം. കുടില കച്ചവട തന്ത്രങ്ങൾക്കും രചിക്കപ്പെട്ട മെലോ ഡ്രാമകൾക്കും മേലെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ എന്നെ ആകർഷിക്കുന്നത് മറ്റ് പല ഘടകങ്ങൾ മൂലമാണ്. പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ സ്വന്തം കുടുംബത്തെ കാണാതെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തത സഹചാരിയായ മൊബൈൽ ഉപേക്ഷിച്ച് യാതൊരു പരിചയവുമില്ലാത്ത വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും തൊഴിൽ മേഖലയിൽ നിന്നുമൊക്കെ വന്ന കുറേ ആളുകളുമായി ഒരു വീട്ടിൽ ഒരു കുടുംബം പോലെ കഴിയുക. പണ്ടൊക്കെ ഇതുപോലെ ഹോസ്റ്റലുകളിൽ താമസിച്ചത് പലർക്കും ഓർമ്മയുണ്ടാവും. പക്ഷെ അവിടെയൊന്നും നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നില്ല. ആരും തന്നെ 24/7 നമ്മുടെ പിന്നിൽ ക്യാമറ കണ്ണുകളുമായി നടക്കുന്നില്ല. ഇതിലുള്ള പല നിയന്ത്രണങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല. നിത്യജീവിതത്തിൽ നമുക്കൊരാളോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ ആ ദിവസം അയാളെ കാണണ്ട, സംസാരിക്കണ്ട എന്ന് കരുതി നമുക്ക് മുഖം കൊടുക്കാതെ മാറി നിൽക്കാം. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഇട്ടാവട്ട സ്ഥലത്തെ മുഖങ്ങളെ അവഗണിക്കാനോ കാണാതിരിക്കാനോ ഒഴിവാക്കാതിരിക്കാനോ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇതൊക്കെ ചെറിയ തോതിൽ വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടുത്തെ മത്സരാർത്ഥികൾ ഉണ്ടാക്കുന്നുണ്ട്. ഗെയിം എന്ന കാര്യം മറന്ന് പൊട്ടിത്തെറികളിലേക്ക് മാറുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുമ്പോഴാണ്. ഡോക്ടർ രജിത് കുമാറും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പേളി മണിയും ഡിംബൽ ബാലും റിയാസുമൊക്കെ പോയ വർഷത്തെ മികച്ച മത്സരാർത്ഥികളിൽപ്പെട്ടവരാണ്. ലക്ഷറി വീട്ടിലാണ് താമസമെങ്കിലും അവിടുത്തെ ജീവിതം അത്ര ലക്ഷറി അല്ല. ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളും ധാന്യങ്ങളും വളരെ കുറച്ചളവിലാണ് മത്സരാർത്ഥികൾക്ക് നൽകുക. വിഭവങ്ങൾക്ക് സ്വാദ് കൂട്ടാൻ മസാല കൂട്ടുകളോ കൃത്യമായ ഓയിലുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാം ആവശ്യത്തിന് മാത്രം. ഇത്രയും പരിമിതമായ സാധനങ്ങൾ ഉപയോഗിച്ച് ഹൗസിലെ 10-18ഓളം അംഗങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ മാത്രമാണ് എല്ലാ സമയത്തും ഭക്ഷണം കിട്ടുക. പാചകത്തിൻ്റെ ABCD അറിയാത്തവർ പോലും ബിഗ് ബോസ് ഹൗസിലെ 100 ദിവസം പൂർത്തിയാക്കുമ്പോൾ കുക്കിങ്ങിൽ മാസ്റ്റർ ഡിഗ്രി നേടിയാണ് അവർ മടങ്ങുന്നത്. അത്രയും ചെയ്യാനുണ്ട് അവിടെ അവർക്ക്. മിനി സ്ക്രീനിൽ തിളങ്ങി നിന്ന താരങ്ങളും സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളും ഷെയറുകളും വാരിക്കൂട്ടിയ യൂട്യൂബർമാരുമടക്കം ഈ ഹൗസിലെത്തുന്ന എല്ലാ അംഗങ്ങൾക്കും ഒരേ ഒരു വില മാത്രം. വലുപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യമായ പ്രാധാന്യം നൽകുന്ന വേദി കൂടിയാണ് ബിഗ് ബോസ് ഹൗസ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വരും സീസണുകളിൽ ആരൊക്കെയായിരിക്കും കിരീടം ചൂടുക എന്നത്.